കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ വ്യൂ പോയിൻ്റ് ഒന്ന് പോയി കണ്ടു വന്നാലോ? നിങ്ങൾ വ്യൂ പോയിൻ്റ് കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 3-ലധികം വ്യൂ പോയിൻ്റുകൾ കാലിക്കറ്റ് എയർപോർട്ടിനുണ്ട്. അത് എവിടെ നിന്നും നിങ്ങൾക്ക് ഭംഗിയായി കാണാമെന്ന് ഈ വീഡിയോയിൽ പറയാം. ആദ്യത്തെ വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. EMA കോളേജിൻ്റെ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഒരു ചെറിയ ഇടവഴിയിലൂടെയാണ് നമ്മൾ ഈ പോയിന്റിലേക്ക് എത്തുന്നത്. ഏറ്റവും ഭംഗിയായി കുടുംബസമേതം വന്നിരിക്കാവുന്ന ഒരു വ്യൂ പോയിൻ്റാണിത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ അപകട സാധ്യതയുമുണ്ട് എന്ന് ഓർക്കുക. മഴക്കാലത്ത് ഇവിടേക്കുള്ള പ്രവേശനം നിരോധിച്ച ബോർഡ് നമ്മൾ പാസ് ചെയ്താണ് ഇവിടേക്ക് വന്നത്. അതിന് കാരണം നമ്മൾ ഈ കാണുന്നതിൻ്റെ തൊട്ടടുത്ത് കീഴിലേക്ക് മീറ്ററുകളോളം താഴ്ചയുണ്ട് എന്നോർക്കുക. കുട്ടികളുമായി വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അവരെ കെയർ ചെയ്യേണ്ടതാണ്. ഒന്നും അറിയാതെയാണ് ഈ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ കടന്നു വന്നത്. എങ്ങനെയാണ് ഇവിടെ വിമാനം വരുന്നതെന്നോ എപ്പോഴാണ് കാണാൻ പറ്റുക എന്നൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച, ഇവിടെ ആളുകൾ ഭക്ഷണം കഴിച്ചും അവരെ കൊണ്ടുവന്ന വേസ്റ്റുകളൊക്കെ ഇവിടെ ഡംപ് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ നടന്നു പോകുന്ന ആ കുട്ടികൾ മാന്യമായ രീതിയിലാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചത്. അവർ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് അടക്കം എല്ലാം അവർ തൻ്റെ സഞ്ചികളിലാക്കി തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ ഇവിടെ കാണാൻ വരുന്ന എല്ലാവരും ഈ ഒരു ശീലം നിർബന്ധമാക്കിയാൽ വളരെ നന്നാകും എന്ന് തോന്നുന്നു. ഇവിടേക്ക് കടന്നു വരുന്ന ഏതൊരു ആളും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആദ്യം നിങ്ങളുടെ ഫോണിൽ ഇവിടെ എപ്പോഴൊക്കെയാണ് വിമാനങ്ങൾ വരുന്നത് എന്നും എപ്പോഴൊക്കെയാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നുമൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കേണ്ടതാണ്. അതൊന്നും അറിയാതെ എത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് നേരം ഇവിടെ ഇരിക്കേണ്ടി വന്നു എന്ന് ഓർക്കുക. അതിനിടയ്ക്ക് കൗതുകമുള്ള കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്. അവിടെയുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ എഴുതി വെച്ച കുറേ പേരുകൾ. ഇത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാം. എന്തിന്, താജ്മഹലിൻ്റെ ചിലയിടങ്ങളിൽ പോലും ഇതുപോലുള്ള കാഴ്ചകളുണ്ട് എന്ന് ഓർക്കുക. അരമണിക്കൂറോളം അവിടെ ഇരുന്നു. അതിനിടയ്ക്ക് കുറേ ആളുകൾ വന്നും പോയുമൊക്കെ ഇരിക്കുന്നു. ചില ഫാമിലികളും ഇടയ്ക്ക് വന്നു. ദൂരെ ഒരു ഇൻഡിഗോ വിമാനം പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു. അതെപ്പോഴാണ് എടുക്കുക എന്നറിയില്ല. ഫോണിൽ റേഞ്ച് കിട്ടുന്നേയില്ല. അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി നിന്നു. കുറേ ആളുകളോട് ചോദിച്ചു. അവർ പറഞ്ഞു തന്നു കൃത്യമായിട്ട് ഒരു അരമണിക്കൂറിനകം അത് എടുക്കും. അപ്പോൾ ആ കാഴ്ച കണ്ടു പോകാമെന്ന് തീരുമാനിച്ചു. ഇവിടെ വരെ വന്നത് വെറുതെ ആവരുതല്ലോ. സമയമറിയാതെ വന്നത് ഒരു പാളിച്ചയായി തോന്നി. എന്നിരുന്നാലും അവിടെ വന്ന കുറേ ആളുകളുടെ സഹായം കൊണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു വിമാനം പറക്കുന്നത് കാണാം എന്ന ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് അത് റൺവേയിലേക്ക് നീങ്ങുന്നു. ഇവിടെ നിന്ന് 2.8 കിലോമീറ്ററോളം ദൂരമുള്ള റൺവേ ആണ് കാലിക്കറ്റ് എയർപോർട്ടിനുള്ളത്. ടേബിൾ ടോപ്പ് റൺവേ ഉള്ള രാജ്യത്തെ ചുരുക്കം ചില വിമാനത്താവളങ്ങളിൽ ഒന്നാണ് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യയിലെ തിരക്കേറിയ എയർപോർട്ടുകളുടെ എണ്ണത്തിൽ മുൻനിരയിൽ തന്നെ കാലിക്കറ്റ് എയർപോർട്ടുണ്ട്. കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പേര് എങ്കിലും അവ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അറിയാവുന്ന ആളുകൾ ഒന്ന് പങ്കുവെക്കുക. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കാലിക്കറ്റ് എയർപോർട്ട് പ്രവർത്തിക്കുന്നത്. 2006 ഫെബ്രുവരി 2 കരിപ്പൂർ വിമാനത്താവളത്തിന് UPA സർക്കാർ അന്താരാഷ്ട്ര പദവി നൽകി. അതിനുശേഷം ഒരുപാട് അന്താരാഷ്ട്ര കമ്പനികൾ കരിപ്പൂരിലേക്ക് സർവീസ് ആരംഭിക്കുന്നുണ്ട്. പക്ഷേ 2015 ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ചില വിമാന കമ്പനികൾ ഇവിടേക്കുള്ള സർവീസ് അവസാനിപ്പിച്ചു. 3 വർഷത്തിന് ശേഷമാണ് പിന്നീട് അത് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ എയർ അറേബ്യ, അബുദാബി, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഫ്ലൈ ദുബായ്, ഫ്ലൈനേഴ്സ്, ഗൾഫ് എയർ, ഇൻഡിഗോ, ഒമാൻ എയർ, ഖത്തർ എയർവേസ്, സ്പേസ് ജെറ്റ് ഇതുപോലുള്ള കമ്പനികളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്.
പക്ഷേ ഒരു കാലത്ത് സൗദി എയർലൈൻസ്, ഇത്തിഹാദ് എയർലൈൻസ്, കിൻഫിഷറിൻ്റെ ATR 72 അതുപോലുള്ള വിമാനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഏറെ നേരം കാത്തിരുന്ന ആ വിമാനം അതാ ആകാശത്തിലേക്ക് ഊളിയിട്ട് പറക്കുന്നു. ഇനി രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്കാണ് ഈ പോകുന്നത്. അത് ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. അത് നമ്മൾ മുന്നിൽ കണ്ട ആ കുളത്തിന് അരികിലൂടെയുള്ള ഒരു വഴിയിലൂടെ പോയാൽ നമുക്ക് മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് കടന്നു ചെല്ലാം. അത് എല്ലാവർക്കും കടന്നു ചെല്ലാവുന്ന ഒരു ഇടമല്ല. ഫാമിലിയായിട്ട് വരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അവിടേക്ക് പ്രവേശിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടേക്കുള്ള വഴി നമ്മൾ ആ നിന്നിരുന്ന സ്ഥലത്തിന് തൊട്ട് വലതു ഭാഗത്തിലൂടെ ഇറങ്ങി വന്നാൽ ഈ ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് അവസാനം നമ്മൾ എത്തിച്ചേരേണ്ട ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ച. നമ്മൾ ആ കയറി വന്ന രൂപം നമ്മളൊന്ന് കണ്ടല്ലോ. ആ ഒരു ചെങ്കുത്തായി കിടക്കുന്ന ഒരു ചരിവിലൂടെയാണ് ഈ വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. അതിരാവിലെ ഇവിടെ എത്തുന്ന വിമാനങ്ങളൊക്കെ ഈ റൺവേയുടെ ഈ ഭാഗത്ത് നിന്നാണ് ഇറങ്ങുക എന്നറിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാവുന്നത് വളരെ ദൂരത്തു നിന്നും കടന്നു വരുന്ന മറ്റൊരു വിമാനത്തെയാണ്. നമ്മുടെ തലക്കുമീതെ പറന്നുപോയ ആ വിമാനം കുറച്ച് ദൂരം മുന്നോട്ട് പോയതിന് ശേഷം വളഞ്ഞ് തിരിഞ്ഞ് ഈ റൺവേയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കാഴ്ച നിങ്ങൾക്ക് വളരെ സുന്ദരമായിട്ട് കാണണമെങ്കിൽ മറ്റൊരു റൂട്ടിലേക്ക് നമ്മൾ പോകണം. അതാണ് മൂന്നാമത്തെ വ്യൂ പോയിൻ്റ്. ഈ വീഡിയോ കണ്ട് തീരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങളുടെ മികച്ച കാഴ്ച ലഭ്യമാവുന്ന ഏരിയ എന്ന്. ഈ സമയത്ത് എൻ്റെ ചിന്ത പോകുന്നത് മറ്റൊരു തരത്തിലാണ്. 1988 ഏപ്രിൽ 13 ഒരു വിമാനം വന്നിറങ്ങുന്നത് കണ്ട മലപ്പുറത്തുകാരായ അല്ലെങ്കിൽ കൊണ്ടോട്ടിക്കാരായ കുറേ സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെയായിരിക്കും ഈ കാഴ്ച കണ്ടിട്ടുണ്ടാവുക? അവരുടെ മുന്നിൽ ആ വന്നിരിക്കുന്ന വിമാനത്തെ അവരെന്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? ആദ്യമായാണ് ആ കാഴ്ച കാണുന്നത് എന്ന് ഓർക്കുക. തലക്കുമീതെ കൂടെ കടന്നു പോകുന്ന വിമാനത്തിൻ്റെ ശബ്ദം എപ്പോൾ കേട്ടാലും ആകാശത്തിലേക്ക് നോക്കി നിന്ന് അതിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ മനസ്സുകൾ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിലൊരാളാണ് ഞാനെന്ന് പറയാതിരിക്കാൻ വയ്യ. കൊണ്ടോട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ ഇൻ്റർനാഷണൽ വിമാനത്തിന് ഗേറ്റ് വേ ഓഫ് മലബാർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ആ കുന്നിൻ്റെ മുകളിലാണ് കയറി നിന്നത്. അവിടെ താഴെ ഒരു കുളം ഉണ്ട്. ചില ആളുകളൊക്കെ അവിടെ ഇറങ്ങി കുളിക്കുന്നതായിട്ട് കണ്ടു. ഇനി മൂന്നാമത്തെ ഇടത്തേക്കാണ് നമ്മൾ പോകുന്നത്. കൊണ്ടോട്ടി തിരൂരങ്ങാടി റോഡിൽ എയർപോർട്ട് ക്രോസ് റോഡിലാണ് നമ്മൾ ഈ കാഴ്ച കാണാൻ വന്നത്. എയർപോർട്ട് ക്രോസ് റോഡ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ മറ്റു ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാത്രിയായ സമയത്ത് ഒരുപാട് വിമാനങ്ങൾ തൊട്ടടുത്ത സമയങ്ങളിലായിട്ട് കടന്നു വരുന്നുണ്ട്. ഇവിടുന്ന് നല്ല രീതിയിൽ കാഴ്ച കാണാവുന്ന ഒരു മേഖലയാണ്. 2020 ആഗസ്റ്റ് 7 രാത്രി 8 മണിയോടെ 18 പേരുടെ മരണത്തിന് കാരണമായ ഒരു അപകടം നടന്നത് ഇവിടെയാണ്. മലപ്പുറത്തുകാരായ ആളുകളെ തൊടുകയോടെ അല്ലാതെ സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം കോവിഡിൻ്റെ ആ മഹാമാരിയുടെ സമയത്ത് തൻ്റെ ജീവൻ പോലും നോക്കാതെ ഈ അപകടത്തിൽ സഹായകമായി എത്തിയ ആളുകളെ പിന്നെ നമ്മൾ ദൈവതുല്യരല്ലാതെ എന്ത് വിളിക്കും? പേടിയോടെ നിന്നിരുന്നുവെങ്കിൽ അവിടെ മരിച്ചു വീഴേണ്ടിയിരുന്നത് 18 പേരായിരുന്നില്ല.